2025 ഫ്ലവർ ഷോ കാണാൻ വന്നിരിക്കുകയാണ്. കാർഷിക ഗവേഷണ കേന്ദ്രം അമ്പലവേൽ വയനാട്ടിലാണ്. ഇവിടെയൊക്കെ ഞാൻ ചുറ്റി കാണാൻ പോകുകയാണ്. ആ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാം. പൂപ്പുലിയിൽ കയറി വരുമ്പോൾ തന്നേക്കും അതിമനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. ഈ 10 ഏക്കറിലാണ് പൂപ്പുലി നടക്കുന്നത്. ഇവിടെയൊക്കെ ചുറ്റിക്കാണാൻ അതിമനോഹരമായ കാഴ്ചകളാണ്. ഇവിടെയൊക്കെ നിറച്ചും പൂക്കൾ കൊണ്ടൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. വളരെയധികം ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. 10 ഏക്കറിലാണ് ഈ പുഷ്പോത്സവം നടക്കുന്നത്. ഇവിടെയൊക്കെ ചുറ്റിക്കാണാൻ അതിമനോഹരമാണ്. ഞങ്ങൾ എല്ലാ കൊല്ലവും വരാറുള്ളതാണ്. 9ാമത്തെ വർഷമാണ് ഈ കൊല്ലം പൂപ്പലി നടക്കുന്നത്. ഈ കൊല്ലവും വളരെയധികം വെറൈറ്റിയോടെയാണ് പൂപ്പലി നടക്കുന്നത്. എല്ലാ കൊല്ലവും വളരെ വിസ്മയിപ്പിക്കുന്ന വെറൈറ്റി ഫ്ലവറുകളൊക്കെ ഇവിടെ കൊണ്ടുവരാറുണ്ട്. വളരെയധികം നല്ല കാഴ്ചകളൊക്കെ കണ്ട് നടക്കാനും ഒക്കെ ഈ ഫ്ലവർ ഷോയിൽ സാധിക്കും. വീൽ ചെയറൊക്കെ ഓടിച്ചു പോകാൻ ഇവിടെ നല്ല വഴിയാണ്. അതുകൊണ്ട് വീൽ ചെയറിൽ പോകാനൊന്നും തടസ്സമില്ല. അതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നന്നായിട്ട് കണ്ട് വീൽ ചെയറിലിരുന്ന് പോകാൻ സാധിക്കും. ഇപ്പം ഇവിടെ അമ്പ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇത് ടിക്കറ്റ് വെച്ചാണ് ഈ അമ്പ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അമ്പ് ചെയ്യുന്നത് കാണുന്നത്. അത് നമുക്കിപ്പോൾ കാണാം. ഇപ്പോൾ കാണുന്നത് ഈ പൂക്കളുടെ നടുവിൽ 2 അരയന്നം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഈ പൂക്കളുടെ നടുക്കിൽ ഇതുണ്ടാക്കി വെച്ചപ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇവിടെ നിറച്ചും സൂര്യകാന്തി പൂക്കളാണ്. ഇതൊക്കെ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. അതൊക്കെ വിരിഞ്ഞ് വരുമ്പോൾ ഇവിടെ കാണാൻ കുറച്ചുകൂടെ ഒക്കെ ഒരു ഭംഗി ഉണ്ടാവും. വിരിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ പൂപ്പലി തുടങ്ങിയിട്ട് ഒരുപാട് ദിവസം ആവാത്തതുകൊണ്ട് അധികം തിരക്കുകളൊന്നുമില്ല. അതുകൊണ്ട് വീൽ ചെയർ ഓടിച്ച് പോവാൻ പറ്റുന്നുണ്ട് ഇതിലെ. വൈകുന്നേരങ്ങളിൽ ഇവിടെ അറിയപ്പെടുന്നവരുടെ ഗാനമേളയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ റൈഡുകൾ ഒക്കെ ഓപ്പൺ ആകുന്നത് വൈകുന്നേരമാണ്. അതുകൊണ്ട് വൈകുന്നേരമാണ് പൂപ്പുലിയിൽ ഭയങ്കര തിരക്കായിരിക്കും. തടാകത്തിൽ ചെടികളും ഫ്ലവറുകളും ഒക്കെ വെച്ച് നിർമ്മിച്ച ഫ്ലോട്ടിംഗ് ഗാർഡൻ ഇവിടുത്തെ ഒരു അതിശയകരമായൊരു കാഴ്ചയാണ്. വിവിധ ഇനം കള്ളിച്ചെടികൾ ഈ ഫ്ലവർ ഷോയിൽ ഒരു പ്രത്യേക ആകർഷണമായ ഒരു കാര്യമാണ്. പൂക്കൾ ഉപയോഗിച്ച് ഇവിടെ വിവിധ ഇനം രൂപങ്ങൾ നിർമ്മിക്കുന്ന മത്സരങ്ങൾ ഒക്കെ നടന്നു വരാറുണ്ട്. ഈ ഫ്ലവർ കർഷകരെ പ്രോത്സാഹിപ്പിക്കുകയും പൂക്കളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുകയും ഈ ഫ്ലവർ ഷോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പൂപ്പലി കാണാൻ ഉച്ചയ്ക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ഭയങ്കര വെയിലാണ്. ഇവിടെയൊക്കെ വളരെ ഭംഗിയാണ്. ഇവിടെ ഒരു തടാകമാണ് മുന്നിൽ കാണുന്നത്. ഇതിനു മുമ്പ് ഞാൻ തടാകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അന്നേരമൊന്നും ഇത്രയും പൂക്കളൊന്നും അതിൻ്റെ ചുറ്റും പിടിപ്പിച്ച് കണ്ടിട്ടില്ല. ഇതൊരു വ്യത്യസ്ത ഒരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി.
വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇവിടെ എല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ പക്ഷികളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റി പക്ഷികളൊന്നുമില്ല. നമ്മളിവിടെ സാധാരണ നാട്ടുമ്പുറങ്ങളിലൊക്കെ കാണുന്ന പക്ഷികളൊക്കെയുള്ളൂ ഇവിടെ. കോഴി, താറാവ്, അരയന്നം ഇതൊക്കെയുള്ളൂ ഇവിടെ കാണാനുള്ളത്. VR സാങ്കേതിക വിദ്യയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴാദ്യമായിട്ടാണ് ഇവിടെ നേരിട്ട് കാണുന്നത്. അതൊന്ന് വെച്ച് നോക്കണമെന്ന് എനിക്കുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. VR എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ സൃഷ്ടിച്ച ഒരു സാങ്കല്പിക ലോകത്തേക്ക് കൊണ്ടുപോകുന്ന സാങ്കേതിക വിദ്യയാണ് VR. ഹെഡ്സെറ്റിലെ സെൻസറുകൾ തലയുടെ ചലനത്തെ നിരീക്ഷിക്കുകയും അതനുസരിച്ച് ചിത്രങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു. നമുക്ക് ചുറ്റുമുള്ള ലോകം സ്വാഭാവികമായി അനുഭവപ്പെടാൻ സഹായിക്കുന്നു. VR സാങ്കേതിക വിദ്യ എന്ന് വെച്ചാൽ വളരെ പുതിയതാണ്. ഇത് വേഗത്തിൽ വികസിക്കുകയാണ്. ഭാവിയിൽ VR നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൂടുതൽ സാധാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെനിക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയ പോലെ ഒരു ഇത് തോന്നി. വിവിധ തരം സ്റ്റാളുകൾ ഈ പൂപ്പൊലിൻ്റെ ഒരു ആകർഷണമാണ്. നിരവധി തൈകൾ വാങ്ങുന്ന സ്റ്റാളുകൾ, അതുപോലെ ഫുഡ് കോർട്ടുകൾ, വിവിധ ഭക്ഷണ വിഭവങ്ങൾ വിൽക്കുന്ന സ്റ്റാളുകൾ, വിവിധ തൈകൾ വിൽക്കുന്ന സ്റ്റാളുകൾ എന്നിവ ഈ പൂപ്പൊലിയുടെ ഒരു ആകർഷണമാണ്. ഇവിടെ ഒരു ക്ലോക്ക് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചുറ്റിക്കണ്ട് ഇവിടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വൈകുന്നേരമായി. ഇവിടെയൊക്കെ ചുറ്റിക്കണ്ട് ഇനി ഞങ്ങൾ ഇപ്പോൾ പോകും. ഈ വർഷത്തെ പൂപ്പൊലിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.